IPL-ൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സ് പോരാട്ടം നടക്കും. ഇന്ന് രാത്രി 8:30 മണിക്ക് ഗോഹട്ടിയിലാണ് മത്സരം നടക്കുക. നമുക്കൊപ്പം അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് അനിൽ വാസുദേവ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. ഒരു സന്തോഷ വാർത്ത തന്നെയാണ്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് പ്ലേ ഓഫിലേക്ക് മുന്നേറി കഴിഞ്ഞിരിക്കുന്നു. വലിയ ആശങ്കയായിരുന്നു കഴിഞ്ഞ 3 മത്സരങ്ങളിൽ രാജസ്ഥാന്റെ തോൽവിയിൽ അവരുടെ ആരാധകർക്കൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ ലക്നൌവിന്റെ തോൽവിയോടുകൂടി രാജസ്ഥാൻ സഞ്ജുവിൻ്റെ ടീം അങ്ങനെ പ്ലേ ഓഫിലേക്ക് സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ്. പ്ലേ ഓഫിൽ കിടക്കുന്ന രണ്ടാമത്തെ ടീമായി മാറിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ്. അങ്ങനെ ഒരു ആശ്വാസത്തോടു കൂടിയാണ് ഇന്നവർ പഞ്ചാബിനെതിരെ ഇറങ്ങുന്നത്. പക്ഷേ അവർക്ക് ആ സ്ഥാനം കൂടുതൽ മെച്ചപ്പെടുത്താൻ നിലവിൽ പോയിന്റ് പട്ടികയിലെ 2ാം സ്ഥാനം ഉറപ്പിക്കണം. ക്വാളിഫയർ 1-ൽ തന്നെ കളിക്കണമെങ്കിൽ അവർക്ക് ശേഷിക്കുന്ന 2 മത്സരങ്ങളിലും ജയം അനിവാര്യമാണ്. 2ലും ജയിച്ച ആദ്യ ക്വാളിഫയറിൽ കളിക്കുന്നതിൻ്റെ ഒരു ആനുകൂല്യം എടുക്കാൻ സാധിക്കും. അതായത് ആദ്യ ക്വാളിഫയറിൽ ലഭിക്കുകയാണെങ്കിൽ ആ മത്സരം തോറ്റാൽ പോലും രണ്ടാമത് ഫൈനലിലേക്ക് കയറാൻ ഒരു അവസരം കൂടി ലഭിക്കുന്നതാണ് ക്വാളിഫയർ 1-ൽ കളിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥാനം ലക്ഷ്യമിട്ട് തന്നെയായിരിക്കും ഇന്ന് സഞ്ജുവിൻ്റെ രാജസ്ഥാൻ റോയൽസ് ഇറങ്ങുന്നത്. പക്ഷേ വലിയ ടീമിന് വലിയ നിരാശ നൽകുന്ന ഒരു കാര്യം, അവരുടെ സ്റ്റാർ ബാറ്റർ ജോസ് ബട്ട്ലർ ദേശീയ ടീമിന് കളിക്കുന്നതിന് വേണ്ടി, ഇംഗ്ലണ്ട് ടീമിന് കളിക്കുന്നതിന് വേണ്ടി നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. അത് ഒരു തരത്തിൽ സഞ്ജുവിൻ്റെ കൂടുതൽ ഉത്തരവാദിത്തം കൂട്ടുന്ന തരത്തിലായി മാറിയിട്ടുണ്ട്. എന്തായാലും ആ തുടർത്തോൽവികളൊക്കെ തന്നെ അവസാനിപ്പിച്ച് സഞ്ജുവിൻ്റെ ടീം ജയിച്ചു കയറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പഞ്ചാബിനാകട്ടെ ഇപ്പോൾ അവർ പോയിന്റ് പട്ടികയിൽ ഏറ്റവും അവസാന സ്ഥാനത്താണ്. നാണക്കേട് ഒഴിവാക്കാനുള്ള ശ്രമമാണ് ആ ടീമിന് ഇനി. 2 മത്സരങ്ങളിലും ജയിച്ച പോയിന്റ് പട്ടികയിൽ മുന്നേറാനായിരിക്കും ശ്രമം. മത്സരം സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് രാത്രി 7:30 ഗുവാഹത്തിയിലായിരിക്കും നടക്കുക.